ഞാൻ വീട്ടിലിരുന്നിട്ട് പണിയെടുക്കുന്നുണ്ടാ. പടേന്റെ ഷട്ടർ അടക്കേ ഒരുത്തോട് ഫേഷ്യൽ ചെയ്യാൻ പറഞ്ഞാൽ എന്റെ ഒരു മറ്റേ ഇതുണ്ടല്ലോ എനിക്കൊന്നും കിട്ടിയിട്ടില്ലേ. എനിക്ക് കിട്ടാതെ ആർക്കും കിട്ടണ്ട. ഞാൻ സൈക്കോണ്. ഇത് ഈ സംഭവമില്ലേ അത് ചെയ്തതാണ്. ഹലോ നമസ്കാരം, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പുതിയ വീട്ടിലേക്ക് മാറി ഷിഫ്റ്റ് ചെയ്തു എന്നൊക്കെ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വീടും കാര്യങ്ങളൊക്കെ ഞാൻ ടോട്ടലി ഇവിടെ എല്ലാം അറേഞ്ച് ചെയ്തിട്ട് നിങ്ങളെ കാണിച്ചു തരുന്നതാണ്. പുതിയ വീട്ടിലെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയായിരിക്കും, ഇവിടെ എന്തൊക്കെ ചേഞ്ചസ് ആണ്, ചേഞ്ചസ് ഒന്നും വലുതായിട്ട് വരാൻ ചാൻസ് ഒന്നും ഇല്ല. ഒറ്റയ്ക്ക് നിന്നെടുത്തുനിന്ന് വേറൊരു ഫാമിലീൻ്റെ കൂടെ നിൽക്കുമ്പോൾ എങ്ങനെയായിരിക്കും, എന്തൊക്കെ മാറ്റങ്ങൾ എന്നൊക്കെ നമുക്ക് കണ്ടറിയാം. സ്കിൻ കെയർ ഒക്കെ ചെയ്യാനുണ്ട് നമ്മൾ ഫേസിലേക്ക്. പിന്നെയും പഴയ പോലെ ടാൻ കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്കൊന്ന് സെറ്റാക്കണം. രാവിലെ തന്നെ ഫുഡ് കാര്യങ്ങളൊക്കെ പാർവതിക്ക് ഓഫീസിൽ പോകുന്നുണ്ട്. മമ്മി എല്ലാം ആക്കി വെക്കുന്നുണ്ട്. ഞാൻ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഓൾറെഡി എല്ലാം നമുക്ക് വൈകുന്നേരം വരെയുള്ള ഫുഡൊക്കെ സെറ്റായിട്ടുണ്ടാവും. ജോലി കാര്യങ്ങളൊന്നുമില്ല. അല്ലാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ എഴുന്നേൽക്കുന്നു, എനിക്കുള്ള ഫുഡ് ഉണ്ടാക്കണു, കിടന്നുറങ്ങണു, വർക്കിന് പോകണം, അങ്ങനെ ഇങ്ങനെയൊക്കെ ഒരു ബോറിങ് ലൈഫായിരുന്നു. സംസാരിക്കാനും ആളെ കിട്ടി. നമുക്ക് കുക്ക് ചെയ്യുമ്പോഴായാലും എല്ലാത്തിനും എല്ലാവരും ഒരു കൂട്ട്, അങ്ങനെ ഒരു രസം. ഇന്നത്തെ വ്ളോഗിൽ വേറെ ഒരാളും കൂടി ഇവിടെ വീട്ടിലിപ്പോൾ രാവിലെ വന്നിട്ടുണ്ട്. അതാരാധന ഞങ്ങൾ കാണിച്ചു തരാം. നമ്മളപ്പോൾ ഫസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. ഇവിടെ ഒരു അതിഥി ഉണ്ട് നമുക്ക്. എൻ്റെ മൂക്ക് കയറണം, അതെന്നെ കുറ്റം പറയുന്നുണ്ട് തോന്നുന്നു. ഗൈസ്, ഇവിടെ ഒരാളുണ്ട്. രാവിലെ കറണ്ട് ഇല്ലാന്ന് പറഞ്ഞിട്ട് ഇവിടെ കറണ്ടിൽ ഇസ്തിരി ഇടാൻ വന്നിട്ട് ഈ കൈ കണ്ട് നിങ്ങൾ മനസ്സിലാക്കണം. കൈ കാണിച്ചു കൊടുക്കും ഗൈസിന്. ആ കയ്യിൽ കുറച്ചും കൂടി മുന്നോട്ട് കാണിക്കേ, ഇങ്ങോട്ട് കാണിക്കേ. ഈ മോതിരം കണ്ടാൽ മതി, മറ്റേ എമ്പുരാലില് അതുപോലെ ഈ മോതിരം കണ്ടാൽ എല്ലാവർക്കും മനസ്സിലാവും. പക്ഷേ ആരാ ആരാ കാണിക്കും വീട്. ഇന്നെന്താ സംഭവം എന്ന് പറയാം. ഇങ്ങോട്ട് വായോ. എങ്ങട്ടാ കുമാരേട്ടൻ, എങ്ങട്ടാ സംസാരിക്കേ. ഞാൻ വീട്ടിലിരുന്നിട്ട് പണിയെടുക്കുന്നുണ്ടാ. ഒരടുത്തും കൂടി ഇവിടെ ഉണ്ട്. അവളും പണിക്ക് പോകാൻ വേണ്ടി ഒരുങ്ങാണ്. ഞാനും മമ്മിയും മാത്രമേ ഇവിടെ പണിയില്ലാതെ ഇരിക്കുന്നുള്ളൂ. അതുകൊണ്ട് ഇവര് മൊത്തം നമുക്കാണ് പണി ഏൽപ്പിച്ചിരിക്കുന്നത്. നമ്മൾ രാവിലെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാണ്. മമ്മീൻ്റെ സ്പെഷ്യൽ അട. ഇതിൻ്റെ റെസിപ്പി വേണ്ടവർ പറയാ. ആദ്യം നിന്നത് അട കാലിയായി, എന്നിട്ട് അവള് പറയണത്. നമ്മ വട്ടയിലും ആക്കിയിട്ടുണ്ട്. ഞാൻ രാവിലെ എഴുന്നേറ്റു, 5 മണിക്ക് എഴുന്നേറ്റു. അപ്പം മമ്മി എഴുന്നേറ്റില്ല. അപ്പം ഞാൻ വിചാരിച്ചു മമ്മീനെ എഴുന്നേപ്പിക്കണ്ടല്ലോ വിചാരിച്ചു. എന്നിട്ട് രാവിലെ പോയിട്ട് വാഴയിലൊക്കെ മുറിച്ച് കൊണ്ടുവന്ന് എന്നിട്ട് അതിൽ ഗോതമ്പൊടിയൊക്കെ കലക്കി ഞാൻ ഇങ്ങനെ പരത്തിയപ്പെട്ട രാവിലെ തന്നെ. സൂര്യൻ ഉദിച്ചിട്ടില്ല അപ്പത്തേക്ക്. എന്നിട്ട് ഇങ്ങനെ പരത്തി എന്നിട്ട് ഉണ്ടാക്കിയ അടയാണിത്. ഇവർക്ക് ഇവിടെ ഒന്നും ഇഷ്ടമല്ല. കണ്ടോ, ഇതാണ് നമ്മുടെ ഇവിടുത്തെ ചേച്ചി. ഇത് ഞങ്ങളെ മാമൻ. ഇത് എവിടെയൊക്കെ മറ്റേ എന്തോ സംഘം ഉണ്ടായിരുന്നല്ലോ, അതൊന്നല്ല, സ്പൈഡർമാനല്ല. എടി ഇടയ്ക്ക് ഒരു സംഘം അറിയിട്ടില്ലേ? എന്ത് സംഘമായിരുന്നു മമ്മി? കുറുവാ സംഘം. കുറുവാ സംഘം. എന്താ എന്താ സ്പൈഡർമാനത്തെ സ്പൈഡർമാൻ. മമ്മിക്ക് നല്ല ബുദ്ധി പറഞ്ഞു കൊടുത്തു. അവൾക്ക് കൈയും കാലിനും ഒരു കുഴവില്ല, നേരെ പോയി എടുത്തോളെന്ന് ഞാൻ പറഞ്ഞു കൊടുത്തത്. കാരണം എനിക്കൊന്നും കിട്ടിയിട്ടില്ലേ. എനിക്ക് കിട്ടാതെ ആർക്കും കിട്ടണ്ട. ഞാൻ സൈക്കോണ്. ചായയൊക്കെ കുടിച്ചു. ഇനിയിപ്പം റീൽ ചെയ്യാൻ വേണ്ടിയിട്ട് സാരി ഉടുപ്പിക്കാൻ വേണ്ടിയിട്ട് മമ്മി റെഡി ആയിട്ടുണ്ട്. മമ്മിയാണ് സാരി ഉടുപ്പിക്കുന്നത്, അതുകൊണ്ട് തന്നെ അടങ്ങിയിരിക്കണം. അതുകൊണ്ട് ഞാൻ വേഗം പോയിട്ട് സാരി കൊടുത്തിട്ട് ഇപ്പം വരാം. സ്കിൻ കെയർ ആണ് ചെയ്യാൻ പോകുന്നത്. നല്ലതാണെന്നൊക്കെയാണ് അവൾ പറയുന്നത്, അറിയില്ല. നിങ്ങളെ കാണിച്ചിട്ട് ഇനി നിങ്ങൾ പോയിട്ട് വാങ്ങിച്ചിട്ട് നിങ്ങളെ മുഖം പോയി പൊള്ളി എന്നെ പറയാൻ വേണ്ട. ഞാൻ ഇത് സജസ്റ്റ് ചെയ്തൊന്നുമില്ല, തേക്കുന്നത് കാണിച്ചതേ ഉള്ളൂ. ഇവിടെ പുറകിൽ 2-3 പേരൊക്കെ ഇട്ടിട്ട് ഇരിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ അവരെ അഭിമാന പ്രശ്നം കാരണം നമ്മളത് കാണിക്കുന്നില്ല. ഒന്ന് സംസാരിച്ചേ. ഏതോ പോക്കിമോനാണത്. വ്യൂവേഴ്സിന് നിന്നെ അറിയില്ല, അതുകൊണ്ട് നീ ധൈര്യത്തിൽ സംസാരിച്ചോ. ഇന്നലെ ആയിരുന്നു ശരിക്കും ഞാൻ ഈ വ്ളോഗ് എടുക്കേണ്ടത്. കാരണം ഇന്നലെ പാർവതി അപ്പോഴേട്ടൻ്റെ മുഖത്തൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു 15 മിനിറ്റ് നമ്മളിത് വെയിറ്റ് ആക്കി വെക്കും. ഇവിടെ ഒരുത്തി പണിക്ക് പോകുന്നുണ്ട്, അതിൻ്റെ അഹങ്കാരാണ് ഓക്ക്. പണി എടുത്തിട്ട് വന്നിട്ട് നമ്മൾ എൻ്റെ അടുത്തും മമ്മിയോടും ചോദിക്കുക, നിങ്ങൾക്ക് എന്തായിരുന്നു ഇവിടെ പണിയെന്ന്.
മമ്മി എല്ലാം തിരിച്ചിടും മമ്മി. വൃത്തിയേടാക്ക്. ഞാൻ ഷിഫ്റ്റിങ്ങിന്റെ വീഡിയോയിൽ കാണിച്ച ആ എല്ലാ സംഭവങ്ങളും ഞാനും മമ്മിയും ഇരുന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്തതാണ്. എല്ലാം ക്ലിയർ ആക്കിയതാണ്. എന്നിട്ട് ഓള് കഴിക്കാം. ഒരു ഫ്രിഡ്ജ് കയറ്റാൻ വേണ്ടിട്ട് ഒന്ന് പിടിച്ചോളൂ, ഒരു കൈ ഒന്ന് വെച്ച്. അതിനാണ് ഈ കണക്ക് പറയണത് അല്ലേ മമ്മി? മമ്മീനാണോ നമ്മള് വെയിറ്റ് എടുപ്പിക്ക? ഇപ്പൊ ചുമരും. ഞാനവിടെ ചിരിക്കുന്നാടി ചിരിക്കുന്ന അത് വേറെതാ അല്ലേ? ഓക്കെ ഗൈസ്, ഇത് ഉണങ്ങിയിട്ട് കാണാം. ഒരുത്തോട് ഫേഷ്യൽ ചെയ്യാൻ പറഞ്ഞാൽ എൻ്റെ ഒരു മറ്റേ ഇതുണ്ടല്ലോ നീലകണ്ഠൻ അതിലേറും ഇല്ല ഒരുത്തർ ഇങ്ങനെ കുളപ്പ്. പാർവതി എടി എന്നെ ഒരു കണ്ണു തുറക്കാൻ പറ്റുന്നുണ്ട്. ഇതാണ് യഥാർത്ഥ ഫേസ് അവളുടെ, അറിയോ? ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട് പക്ഷെ അതുകൊണ്ട് ഇപ്പൊ തന്നെയല്ലോ. ഇതെങ്ങനെ മമ്മി ചെയ്തു തരുന്നു. ബാക്കി സ്റ്റെപ്പൊക്കെയാണ് ഇവൾ ചെയ്യുന്നത്. 3 സ്റ്റെപ്പ് വരെ മമ്മി ചെയ്തു തന്നു. അത് കഴിഞ്ഞിട്ട് പാർവതിയാണ് ചെയ്യുന്നത്. അമർത്തി തൊടാ കൊല്ലട്ടെ ഗൈസുകളെ. എന്റെ ഫാൻസ് ചെയ്യാണ്ടല്ലോ, കത്തിക്കും, കേരള കത്തിക്കും. എന്റെ അഭിമാനം നിങ്ങൾ തന്നെ ഇതുപോലെ പലതവണ കണ്ടിട്ടുള്ളത് കൊണ്ട്. അല്ല, ഇനിയുള്ള നാളുകളിൽ എന്റെ വ്ളോഗിൽ ഇവിടെ മേക്കപ്പ് ഇടാതെയും ലിപ്സ്റ്റിക് ഇടാതെയും കാണുന്നുള്ള ഒരു വിശ്വാസത്തിൽ അവൾ ഇപ്പൊ പുറത്തേക്ക് ചത്താലും എന്റെ പോക്കറ്റിൽ ലിപ്സ്റ്റിക് നീ വന്ന് ரொம்ப നല്ല ബബ്ലി. എന്താ പടേന്റെ ഷട്ടർ അടക്കേ മമ്മീന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സാധനം നമുക്ക് തന്നിട്ടുണ്ട്. നമ്മൾ 3 സ്റ്റെപ്പ് കഴിഞ്ഞു, കണ്ടില്ലേ? ഇനി ഒരു 3 സ്റ്റെപ്പും കൂടി ഉണ്ട് അവിടെ. അതും കൂടി കഴിഞ്ഞാൽ നമ്മുടെ ഫേഷ്യലിന്റെ കഴിയും. ന്യൂട്രിഗ്ലോന്റെ ഫേഷ്യൽ കിറ്റ്. രണ്ട് സൈഡിലും ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നുണ്ട് അത്ര. അത് അവളുടെ അടുത്ത് പറയണത് എന്റെ കഷ്ടപ്പാടാണ്. 2 മണിക്കൂറത്തെ കഷ്ടപ്പാടിന്റെ ബലാണിത്. പകുതി എന്റെ അല്ലെങ്കിൽ പകുതി മമ്മിയുടെ, പകുതി എന്റെ. ഇപ്പൊ എന്നെക്കാളും തിളക്കമുണ്ടല്ലോ നിന്റെ കവളുകൾ. സുന്ദരി അതുകൊണ്ടാ ഗൈസ് ഇവരിപ്പോ എന്നെ തനിച്ചാക്കി പോവുകയാണ്. ഞങ്ങള് വിളിച്ചതാണ് ഗൈസ് ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ നാട്ടിലേക്ക് വരാൻ. അപ്പൊ നിങ്ങളോടുള്ള ആത്മാർത്ഥതയും അവർക്ക് വ്ളോഗ് എടുക്കണം, പിന്നെ കുറച്ച് ക്വാളിറ്റി ടൈം വേണം എന്നൊക്കെ അവള് പറഞ്ഞു. അപ്പൊ നമ്മള് എന്ത് ചെയ്യണം? നമ്മൾ ഇവിടെ നിന്ന് പോകണം. ഇറങ്ങി പോയി കൂടെ? ഞങ്ങൾ പോവില്ല. മിസ് ചെയ്യോടി? ചെറുതായിട്ട് റീലയക്കോ മിസ്സിങ് ഞങ്ങളുണ്ടല്ലോ ഗൈസ്, ഈ 2 കസേരയിൽ അപ്പുറത്ത് ഇപ്പുറത്ത് ഇരുന്നിട്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും റീലൈസ് ഏതാ മിസ് യൂന്നൊക്കെ ഉള്ളത്. ഗ്രീൻ പീഡിയ എന്ന് പറഞ്ഞ പേജിൽ എനിക്കൊരു കൊറിയർ വന്നിട്ടുണ്ടേ. ഭയങ്കര വെയിറ്റിംഗ് ആയിട്ടിരുന്ന സംഭവമാണ്. ഒരു തുമ്പീൻ്റെ ഫോട്ടോ ഒക്കെ വെച്ച് ഇത് കസ്റ്റമൈസ്ഡ് ആണല്ലോ. നമുക്ക് ഇഷ്ടമുള്ളത് അവർ കസ്റ്റമൈസ് ചെയ്തിട്ട് വരച്ച് തരും. ഇത് ഈ സംഭവമില്ലേ അത് ചെയ്തതാണ്. താങ്ക് യു സോ മച്ച് ഗ്രീൻ പീഡിയ. ഇതെനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള 2 സ്മൈലിയാണ്. ഇനി നമുക്ക് അടുത്ത പണി എന്താ വെച്ചാൽ കുളിച്ച് ഫ്രഷ് ആവാം. ഇപ്പം മമ്മിയും പാർവതിയൊക്കെ നാട്ടിൽ പോയി. അപ്പം ഞാൻ മാത്രമേ ഇനി ഇവിടെ ഉള്ളൂ. അപ്പോൾ നമ്മളെ കാര്യങ്ങളൊക്കെ നോക്കണം. ഫുഡൊക്കെ കഴിച്ച് ഞാനിങ്ങനെ കിടക്കാൻ വിചാരിച്ചു. കാരണം മിണ്ടാനും പറയാനും മമ്മിയും പാർവതി ഇവിടെ ഇല്ല. എനിക്ക് ബോറടിക്കണ്. ഇപ്പോൾ തോന്നുന്നു അവരുടെ കൂടെ പോയാൽ മതിയായിരുന്നു. പക്ഷേ പ്രൊമോഷൻസ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് പോയി കഴിഞ്ഞാലും അത് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് മാത്രം ഞാനിവിടെ തന്നെയാണ്. പക്ഷെ ബോറടിക്കണുണ്ട്. നിങ്ങളില്ലാണ്ട് എനിക്ക് നല്ല ബോറടിക്കുന്നുണ്ട് ഗൈസ്. അപ്പം ഞാൻ വിചാരിച്ചു കിടന്നുറങ്ങാന്ന്, വേറെ ഒന്നും പണിയില്ലല്ലോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. പിന്നെ വീഡിയോ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടാണ്ട് ബെൽ ബട്ടണും കൂടി അമർത്തുക. ഇതുപോലെ ഡെയിലി വ്ളോഗ് ഇടണമെന്നാണോ ഇടണ്ടെന്നാണോ നിങ്ങളുടെ അഭിപ്രായം എന്ന് കൂടിയിട്ട് ഒന്ന് കമൻറ്റ് ബോക്സിൽ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവർ